പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച അനന്തകാരുണ്യത്തിനോടുമായ കർത്താവെ, ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പുതിയ ഈ ദിവസത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെയെല്ലാം രക്ഷയിലേക്ക് നയിക്കുവാൻ അങ്ങനെയുള്ള വിശ്വാസം മാത്രം മതിയെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും സീലാസും ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജയിലറകൾ തുറക്കപ്പെട്ടു, ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹ അധിപൻ വന്നപ്പോൾ ജയിലറ തുറന്നു കിടക്കുന്നത് കണ്ടു. പരിഭ്രമിച്ചുകൊണ്ട് അദ്ദേഹം വാളൂരി ആത്മഹത്യക്കായി ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ പ്രഭു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് കാരാഗ്രഹവാസി അധിപൻ ചോദിച്ചത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരുണ്യവാനായ കർത്താവെ, ആത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് സ്തുതിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും രക്ഷയിലേക്ക് കടന്നു വരുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നിതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് അങ്ങ് സുവിശേഷത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആത്മാവിൻ്റെ ശക്തിയെ അയച്ച് വിശുദ്ധീകരിക്കണമേ. പെന്തക്കോസ്തായിക്കൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരും ആത്മാവിൻ്റെ നിറവിൽ നയിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ടങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾ ഇന്നേ ദിനം ജീവിക്കുവാൻ ഞങ്ങളെ ആത്മാവ് നയിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയ്ക്കണമേ, നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ നിറവിലൂടെ നടക്കുവാൻ, നിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിക്കുവാൻ നിൻ്റെ വചനങ്ങളെ ഞങ്ങളുടെ അധരങ്ങളിൽ നിക്ഷേപിക്കണമേ. ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. ഈ വചനത്തിൻ്റെ തികവ് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ നിറവിനാൽ നയിക്കപ്പെടുവാൻ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് സാധിച്ചിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.